ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ജോർജിയ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ജോർജിയയിലെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് നമ്മൾ ഈവനിങ് ജോർജിയ വിട്ടിട്ട് നമ്മൾ തിരിച്ച് അബുദാബിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ജോർജിയയിൽ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പ്രൊമിത്തീസ് കേവ് പോകുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രൊമിത്തീസ് കേവിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് നമ്മൾ കുട്ടേസിലെത്തി. വീഡിയോയിൽ നമ്മൾ ഈ വൈറ്റ് ബ്രിഡ്ജും ഇവിടുത്തെ കേബിൾ കാറും മുകളിലെ പാർക്കെല്ലാം കാണിച്ചിരുന്നു. അന്നൊരു ഈവനിങ് ആയിരുന്നു. നമുക്കെന്തായാലും കുറച്ചധികം സമയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്നും കൂടി വന്ന് കേബിൾ കാർ വഴി മുകളിൽ പോയി കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. വിസെയർ വഴിയാണ് ജോർജിയയിലോട്ട് എത്തിയത്. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയമാകുമ്പോഴത്തേനും വിസെയർ അവരെ സർവീസെല്ലാം UAE നിർത്തി. അത് എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. കാരണം നമുക്ക് ബഡ്ജറ്റായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരുന്നു ഈ വിസെയർ. പുതിയ വല്ല ഫ്ലൈറ്റും അവർ ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ ജോർജിയയിൽ വീണ്ടും പോകണമെന്നൊരു ആഗ്രഹത്തോടെ ഇരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ജോർജിയയിൽ കസ്ബേഗിയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മോണമെൻ്റൊക്കെ മിസ്സായിരുന്നായിരുന്നു. അപ്പോൾ ഓട്ടം ടൈമിലെങ്ങാനും നമുക്ക് ജോർജിയ ഒന്നും കൂടി വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെപ്റ്റംബർ 1 മുതൽ വിസെയർ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി വേറെ വല്ല വഴികളും തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മുടെ യാത്രകൾ തുടരാം. ഈ കേബിൾ കാറിൽ കയറാൻ ഒരു ആൾക്ക് 3 ലാറിയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ 3 ലാറി കൊടുത്തിട്ട് നമ്മൾ മുകളിൽ വന്ന കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവരെന്തായാലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം.
പോപ്കോണും പിന്നെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് താഴോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോർജിയ ചൂസ് ചെയ്യാം. നമുക്കൊരു ട്രാവൽ ഏജൻറ്റിൻ്റെ അതല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കിയത്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കാർ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത് നിർത്താം, വേണ്ട അത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പറ്റും. ജോർജിയയ്ക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ UAE റെസിഡൻസ് ആയതുകൊണ്ട് തന്നെ വിസ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് ഹോട്ടൽസ്, നമ്മൾ താമസിക്കാനുള്ള സ്റ്റേക്കുള്ള ഹോട്ടൽസ് നമുക്ക് booking.com അഗോഡ വഴിയോ ഏതെങ്കിലും ഒരു സൈറ്റ്, അതായത് മേക്ക് ബൈ ട്രിപ്പ് അതുപോലത്തെ ഏതെങ്കിലും ഒരു സൈറ്റ് വഴി നമുക്ക് ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. വിസ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ഓൺ അറൈവലാണ്. പക്ഷെ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് ഡോളേഴ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഈ ഹോട്ടൽ ബുക്കിങ്സും അവർ ചോദിക്കും. ഇത് മൂന്നും കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവർ വിസ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോർജിയയ്ക്ക് വരുമ്പോൾ സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അടുത്തുള്ള ഹോട്ടൽസും ബുക്ക് ചെയ്യാം. അതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിങ്ങൾക്ക് ഇതുപോലെ റെൻ്റ് കാർ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടൈസിയിൽ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടായ കൊൾച്ചിസ് ഫൗണ്ടൈൻ്റെ അവിടേക്ക് നമ്മളെത്തും. കുട്ടൈസിത്തെ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഷോപ്പിങ്ങിനായിട്ടും അല്ലാതെ ഇതുപോലെ സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ ഇതുവഴി നടന്നു പോകുന്നുണ്ട്.
കുട്ടൈസിൽ 2-3 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ടിബിൽസിയിലും ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കേരള റെസ്റ്റോറൻറ്റ്സ് വരെ ടിബിൽസിയിൽ നമുക്ക് കിട്ടും. ഇവിടെ പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടൈപ്പാണ് ഇവിടുത്തെ ഫുഡ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിഞ്ഞ 2 ദിവസവും ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് കാർ വാഷ് ചെയ്യാൻ പോകാനുണ്ട്. നമ്മൾ റെൻ്റ് കാർ എടുക്കുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞ ഒരു കണ്ടീഷനാണ്, നമ്മൾ കാർ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തിരിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ അവർ നമുക്ക് വാഷ് ചെയ്തിട്ടാണ് കാറ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാറ് വാഷ് ചെയ്യും വേണം. അതുപോലെ അവർ ഏത് ലെവലിലാണ് നമുക്ക് പെട്രോൾ ഉണ്ടായിരുന്നത്, കാറിലുണ്ടായിരുന്ന ആ ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കുമ്പോഴും വേണം. അപ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം റെൻ്റ് കാർ തിരിച്ചു കൊടുക്കാൻ. നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവർ ചായ ഉണ്ടാക്കാൻ പാലില്ല എന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ നമ്മൾ ചായ മാത്രം ചോദിച്ചത് കൊണ്ടാവാം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഏകദേശം 100 ലാറി 110 ലാറി വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ചായ മാത്രം ചോദിച്ചുകൊണ്ട് അവർക്കൊരു തരാനൊരു മടിയാണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമ്മളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടി പോയി, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെ പോയിട്ടും നമ്മളിതുപോലെ ചായ ചോദിച്ചപ്പോൾ അവരും ഇതുപോലെ ചായ തരാനൊരു മടി കാണിച്ച്. ഇവിടെ പൊതുവേ ജോർജിയയിൽ നമ്മൾ ഇവിടുത്തെ ജോർജിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചായ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ടീ ആണ് തരിക. ഇവിടെ മിൽക്ക് ടീ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ പോലെ ടൂർ വരുമ്പോൾ കുറച്ച് മിൽക്ക് പൗഡർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അഥവാ ഹോട്ടലിൽ നിന്നൊക്കെ ചായ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കാർ വാഷ് ചെയ്യാൻ പോയി. കാറ് നമുക്ക് സെൽഫ് വാഷിംഗ് ഉണ്ട്, അതുപോലെ ഇതുപോലെ ആൾക്കാർ നമുക്ക് കാർ വാഷ് ചെയ്ത് തരികയും. സെൽഫ് വാഷിംഗ് ആണെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരു കാർ വാഷ് സെൻറ്റർ കയറിയിട്ട് അവരെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിക്കുകയാണ് ചെയ്തത്. കാർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ റെൻ്റ് കാറിൻ്റെ ആളിൻ്റെ കൂടെയാണ് നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയത്. അപ്പോൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് അവർ നമുക്ക് വല്ല ഫൈൻസൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഫൈനും ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ നമ്മൾ ഡെപ്പോസിറ്റായി കൊടുത്ത $100 തിരിച്ചു തന്നു. വളരെ നല്ല പെരുമാറ്റവും നല്ല സർവീസും ആയിരുന്നു ജിയോ ഡ്രൈവ് റെൻ്റ് കാറിൻ്റേത്. അപ്പോൾ നിങ്ങൾ കുട്ടൈസിയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവരെ ചൂസ് ചെയ്യാം. കുട്ടൈസി എയർപോർട്ടിലെ ഫുഡ് കോർട്ട് ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ 1-2 ബർഗർ ഷോപ്പും ജ്യൂസ് ഷോപ്പും അങ്ങനെയുള്ള ചെറിയ ഷോപ്സാണ് ഇവിടെ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോകുന്നത് വിസ് എയർ ഫ്ലൈറ്റ് വഴിയാണ്. വിസ് എയർ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 hours ബിഫോർ നമ്മൾ ഓൺലൈൻ ചെക്കിങ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അവർ കൗണ്ടറിൽ നിന്ന് നമ്മളിൽ നിന്ന് എക്സ്ട്രാ പേയ്മെൻ്റ് എടുക്കും. അതുപോലെ കയ്യിലുള്ള ഹാൻഡ് ബാഗേജൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം അവർ പറയുന്ന ഒരു ലിമിറ്റിൽ വെക്കാൻ നോക്കുന്നതാണ് നല്ലത്. പക്ഷെ അവരുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവരാ പറയുന്ന സൈസിൽ നമുക്ക് ഒരിക്കലും 10 kg കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും വിസ് എയർ പോകുന്നവരാണെങ്കിൽ എക്സ്ട്രാ ലഗേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ വെക്കുമ്പോഴത്തേനും 10 kg ആവും.
എന്തായാലും നമ്മളെന്തായാലും ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടെത്തി. നമ്മുടെ 6 ദിവസത്തെ ജോർജിയൻ ട്രിപ്പിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് UAE ജോർജിയ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ജോർജിയ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഏത് സീസണിൽ വേണമെങ്കിൽ പോകാം. ഒന്ന് വിൻ്ററോ ഓട്ടം സമ്മർ ഏത് സീസണിൽ പോയാലും അവിടെ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഫുൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ചാനലിലുണ്ട്, എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോസും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.